പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ ചിരിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനത്തെ കൂടെ അറിയിക്കുന്നു. 112 സങ്കീർത്തനക്കാരൻ പാടുന്ന യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ ഭയപ്പെടുകയും തൻ്റെ വചനങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായി, ഭക്തന്റെ കുടുംബവും മക്കളും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. ഒരു മനുഷ്യൻ എന്തെല്ലാം നേടിയാലും അവൻ്റെ കുടുംബം തകർന്നു പോയാൽ അവൻ്റെ പ്രയത്നങ്ങളിൽ എല്ലാം വ്യർത്ഥമാണ്. തങ്ങൾ അനുഭവിച്ച കഷ്ടതകളോ പ്രയാസങ്ങളോ മക്കൾ അനുഭവിക്കരുത് എന്നുള്ള ചിന്തയാണ് ഏത് മാതാപിതാക്കൾക്കുമുള്ളത്. അതിനുവേണ്ടി തങ്ങളാലാകും വിധം മക്കൾക്ക് മെച്ചമായ വിദ്യാഭ്യാസവും ജീവിത സൗകര്യങ്ങളും കൊടുക്കുവാൻ അവർ പരിശ്രമിക്കുന്നു. കൂടാതെ മക്കൾക്ക് വേണ്ടി സാമ്പത്തികമായി കരുതുകയും ചെയ്യുന്നു. പ്രിയ മക്കളെ, അങ്ങനെ തന്നെ കരുതുകയും വേണം. എന്നാൽ മക്കൾക്കായി ലൗകികവും ഭൗതികവുമായ കാര്യങ്ങൾ മാത്രം കരുതിയാൽ പോരാ. അവരുടെ ആത്മീയ ജീവിതത്തിനായി കരുതിയില്ല എങ്കിൽ അത് ഏറ്റവും വലിയ അപകടമാണ്. തലമുറകൾ ദൈവഭയമുള്ളവരായി ജീവിക്കണമെങ്കിൽ മാതാപിതാക്കന്മാർ ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവിക പ്രമാണങ്ങൾ കൃത്യമായി പാലിക്കുന്നവരുമായിരിക്കണം. നാം ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നില്ലെങ്കിൽ നമ്മുടെ തലമുറകളെല്ലാം ചിതറിപ്പോകുവാനിടയാകും. നാം ദൈവത്തിന് നിലനിന്നെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറകളും ദൈവത്തെ അറിയുകയുള്ളൂ. ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളെയെല്ലാം അവരുടെ തലമുറകളെയെല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അബ്രഹാം ദൈവത്തെ വളരെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ദൈവം പറയുന്നത് കൃത്യമായി അനുസരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവൻ്റെ സന്തതികളെയും ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വചനത്തിൽ. അബ്രഹാമിൻ്റെ സന്തതി മുഖാന്തരമാണ് ഇന്ന് ലോകം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ കണ്ടുപിടുത്തങ്ങളിൽ 90% യഹൂദന്റെ സംഭാവനകളാണ്. എല്ലാറ്റിലും ഉപരിയായി അബ്രഹാമിൻ്റെ സന്തതിയായി യേശുക്രിസ്തുവിൽ കൂടെയാണ് സകല ജാതികളും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ശത്രുവിൻ്റെ മുമ്പിൽ നിന്നും ദാവീദ് ഓടിപ്പോകുമ്പോൾ ബെർസില്ലായി എന്ന 80 വയസ്സുള്ള വയോധികൻ തന്നെ സ്വീകരിക്കുകയും അഭയം നൽകുകയും ചെയ്തു. കാലങ്ങൾ ചിലത് കഴിഞ്ഞ് ദാവീദ് മരണത്തോടടുത്തപ്പോൾ തൻ്റെ മകനായ ശലോമോനോട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുന്ന കൂട്ടത്തിൽ ബെർസില്ലായിയുടെ കുടുംബത്തെക്കുറിച്ചും തൻ്റെ മക്കളെക്കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തൽ സ്തോത്രം ശലോമോനോട് പറയുവാനിടയായി. നീ ദയ കാണിക്കണം, അവർ നിന്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും നിന്റെ കൂട്ടത്തിൽ ഇരിക്കണം. നിന്റെ സഹോദരനായ അബ്സലോമിൻ്റെ മുമ്പിൽ നിന്നും ഞാൻ ഓടിപ്പോകുമ്പോൾ അവർ എന്നോട് ദയ കാണിപ്പാനിടയായി. ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ സന്തതികളെ ദൈവം ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. എന്നെ സ്നേഹിച്ചെൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുമെന്ന് ദൈവവചനം പറയുന്നു. പലപ്പോഴും കുടുംബത്തിൻ്റെ സ്തോത്രം ഹാലേലൂയ വഴികാട്ടിയായി മാതാപിതാക്കന്മാരുടെ മാതൃകകളെക്കുറിച്ച് അധികവും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപൂർവം സന്ദർഭങ്ങളിൽ അമ്മമാരെയും എടുത്തു പറഞ്ഞിട്ടുണ്ട്. തിമോഥെയോസിൻ്റെ സ്വഭാവ രൂപീകരണത്തിനും ദൈവാശ്രയത്തിനും കാരണമായി തീർന്നത് അവൻ്റെ 2 തലമുറകളിലെ അമ്മമാരായിരുന്നു എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. തൻ്റെ ജീവിതത്തിനകത്ത് ഓരോ രൂപാന്തരങ്ങൾ ഉണ്ടാകുവാൻ അതിൻ്റെ അമ്മ കാരണമായി തീർന്നിട്ടുണ്ട്, വല്യമ്മച്ച് കാരണമായി തീർന്നിട്ടുണ്ടെന്ന് എടുത്തു പറയുന്നുണ്ട്. ശമൂവേലിൻ്റെ ജീവിതത്തിലും തന്നെ രൂപാന്തരപ്പെടുത്തിയെടുത്തൽ അമ്മ വഹിച്ച പങ്ക് ചെറുതല്ല, നിസ്തുല്യമായ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രിയ ദൈവവേദനേ, മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസമോ മെച്ചമായ ജീവിത സൗകര്യമോ ഒരുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും മാതാപിതാക്കന്മാർ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട് തങ്ങളുടെ മക്കളെ ദൈവകൃപയിൽ നടത്തിയാൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും എന്നതിന് സംശയമില്ല. ഇന്ന് അനേക മാതാപിതാക്കൾ സ്തോത്രം തങ്ങളോളം വളർന്ന മക്കളുടെ മുന്നിൽ മദ്യപിക്കുകയും വ്യഭിചരിക്കുകയും ഈ ലോകത്തിൻ്റെ മ്ലേച്ഛമായ നിലകളിൽ ജീവിച്ച് മക്കൾക്കൊരു
നല്ല മാതൃക കാണിച്ചു കൊടുക്കേണ്ട മാതാപിതാക്കൾ അവർക്ക് തന്നെ മോശമായ വഴികളിൽ തലമുറകളെ ലോകപരമായ വൃത്തിഹീനമായ ജീവിത ശൈലികളിൽ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് എങ്ങനെ ഒരു അനുഗ്രഹം ലഭിക്കുവാൻ കഴിയും? അവരെങ്ങനെ രക്ഷപ്പെടും? നീതിമാന്മാരുടെ സന്തതിയെ രക്ഷിക്കപ്പെടുമെന്ന് സദൃശവാക്യം പറയും. അപ്പോൾ നീതിമാന്മാരുടെ സന്തതിയായി നമ്മുടെ തലമുറകൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നാം നീതിയുള്ളവരായി തീരണം. ചുരുക്കത്തിൽ മാതാപിതാക്കൾ ദൈവത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുക തന്നെ ചെയ്യും. സത്യദൈവത്തെ അറിയുകയും സത്യവചനത്തിൽ യഥാർത്ഥമായി ദൈവത്തെ പിൻപറ്റുകയും ചെയ്യുന്നവർ ലോകത്തിൽ ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ, കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. ബഹുഭൂരിപക്ഷവും സത്യദൈവത്തെ അറിയാത്തവരും രക്ഷിക്കപ്പെടാത്തവരുമാണ്. അതുകൊണ്ട് ദൈവത്തെ അറിയാത്തവരുടെ കുടുംബങ്ങൾ എല്ലാം തകർന്നതാണെന്ന് നമുക്ക് തീർത്ത് പറയുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തെ അറിയാതെയും ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവം നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യും. അതിന് സംശയം വേണ്ട. ദുഷ്ടന്റെ ഉയർച്ചയും അവൻ്റെ സന്തതികളുടെ നിലവാരങ്ങളും വളരെ ഉയർന്നതാണെങ്കിലും ക്ഷണത്തിൽ ദൈവം അവരെ മുടിച്ചു കളയുമെന്ന് കൂടെ വചനം പറയുന്നു. ഏലിയുടെ കുടുംബം കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദയുടെ കുടുംബം, ഇസ്രായേലിന്റെ പ്രഥമ രാജാവായ ശൗലിന്റെ കുടുംബം, അങ്ങനെ എത്രയെത്ര കുടുംബങ്ങൾ തകർന്നു പോകുവാൻ ഇടയായിട്ടുണ്ട്. ആകയാൽ പ്രിയ ദൈവഭൈതലേ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമുക്ക് തന്നിട്ടുള്ള കുടുംബത്തെ ദൈവകൃപയിൽ നിലനിർത്തിക്കൊണ്ട് അനേകരെ ദൈവകൃപയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം നമ്മെ ഒരുക്കാം. അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന കർത്താവ്, കുടുംബങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന, ആത്മീയ ഭൗതിക നന്മകളെ ഓർത്ത് ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽക്കാലം കർത്താവെ ഒരു അനുഗ്രഹവും ഒരു സമാധാനവും ഒരു ഉയർച്ചയും സ്വർഗം നൽകി മാനിക്കണം, ആദരിക്കണം. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം. മഹത്വമെടുക്കും യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.